Hello students, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ലെങ്ത് ഓഫ് പോളാർ കർവ്സ്. അപ്പോൾ പോളാർ കർവ്സ് ഓൾറെഡി നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റേഴ്സ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്, ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യലാണ് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ. അപ്പോൾ r equal to f of the length of plane curves in polar coordinates. If r equal to f of theta has continuous first derivative for alpha less than or equal to theta less than or equal to beta, and if the point PR theta traces the curve r equal to f of theta exactly once as theta turns from alpha to beta, then the length of the curve is given by capital L is equal to integral alpha to beta root of r square plus dr by d theta whole square d theta. ഇതാണ് അപ്പോൾ ഫോർമുല വന്നത്. ഇത് വേണമെങ്കിലും നിങ്ങൾക്ക് ഓർത്തിരിക്കാം കേട്ടോ. അപ്പോൾ നോക്കി നോക്കി, r equal to f of theta ആണ് കർവിൻ്റെ ഇക്വേഷൻ. പിന്നെ ഒരു പ്രാവശ്യം ട്രേസ് ചെയ്യാൻ പാടുള്ളൂ, രണ്ടോ മൂന്നോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഒരു പ്രാവശ്യമാണ് കർവ് ട്രേസ് ചെയ്യുന്നതെങ്കിൽ ആൻഡ് തീറ്റയുടെ വേരിയേഷൻ ആൽഫ മുതൽ ബീറ്റ വരെയാണെങ്കിൽ ലെങ്ത്തിൻ്റെ ഫോർമുല വരുന്നത് ഇൻ്റഗ്രൽ ആൽഫ ടു ബീറ്റ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് ഡി ആർ ബൈ ഡി തീറ്റ ഹോൾ സ്ക്വയർ ഡി തീറ്റ എന്നാണ്. അപ്പോൾ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ കാർഡിയോയിഡ് ആണ് തന്നിരിക്കുന്നത്. കാർഡിയോയിഡ് നമുക്ക് പരിചയമുള്ള കർവാണ് അല്ലേ. ആർ ഈക്വൽ ടു 1 മൈനസ് കോസ് തീറ്റ. അപ്പോൾ ഇവിടെ നമുക്ക് തീറ്റയുടെ വാരിയേഷൻ 0 to 2π. ഒരു പ്രാവശ്യം കർവിനെ ട്രേസ് ചെയ്യാൻ നിങ്ങൾക്ക് കാർഡിയോയിഡിൻ്റെ ഷേപ്പ് ഒക്കെ അറിയാലോ, ഹാർട്ട് ഷേപ്ഡ് ആയിട്ടുള്ള കർവാണ് അല്ലേ. അപ്പോൾ ആ കാർഡിയോയിഡിനെ ട്രേസ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് വരും. 1 മൈനസ് കോസ് തീറ്റ അല്ലേ പറഞ്ഞിരിക്കുന്നത് നമ്മളോട്. 1 മൈനസ് കോസ് തീറ്റ എന്ന് പറയുമ്പോൾ ഈ സെയിം ഷേപ്പ് തന്നെ വരും കേട്ടോ. കാർഡിയോയിഡിൻ്റെ ഈ സെയിം ഷേപ്പ് തന്നെ വരും. അപ്പോൾ ഇതിൻ്റെ നമുക്ക് തീറ്റയുടെ വാരിയേഷൻ നമുക്കറിയാം. തീറ്റയുടെ വാരിയേഷൻ ഫ്രം 0 to 2π ആണ്. അത് തന്നാലും തന്നില്ലെങ്കിലും നമുക്കറിയാവുന്ന കാര്യമാണ് കേട്ടോ. 0 to 2π ആണ്. അപ്പോൾ ആൽഫ ഈക്വൽ ടു 0 ആൻഡ് ബീറ്റ ഈക്വൽ ടു 2π. ആർ ഈക്വൽ ടു 1 മൈനസ് കോസ് തീറ്റ. ഡി ആർ ബൈ ഡി തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആർ സ്ക്വയർ പ്ലസ് ഡി ആർ ബൈ ഡി തീറ്റ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 മൈനസ് കോസ് തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് സൈൻ തീറ്റ സ്ക്വയർ. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 മൈനസ് 2 കോസ് തീറ്റ പ്ലസ് കോസ് സ്ക്വയർഡ് തീറ്റ പ്ലസ് സൈൻ സ്ക്വയർഡ് തീറ്റ, അപ്പോൾ 2 മൈനസ് 2 കോസ് തീറ്റ എന്ന് വരും. ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ ആൽഫ ടു ബീറ്റ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് ഡി ആർ ബൈ ഡി തീറ്റ സ്ക്വയർ ഡി തീറ്റ. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 2π റൂട്ട് ഓഫ് 2 മൈനസ് 2 കോസ് തീറ്റ ഡി തീറ്റ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇൻ്റഗ്രൽ 0 to 2π റൂട്ടിൻ്റെ ഉള്ളിൽ 2 മൈനസ് 2 കോസ് തീറ്റ എന്നുള്ളതിന് നമുക്ക് ഒരു 2 കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കാം. ബാക്കി 1 മൈനസ് കോസ് തീറ്റ ഡി തീറ്റ എന്ന് കിട്ടും. 1 മൈനസ് കോസ് തീറ്റ ഡി തീറ്റ നമുക്ക് 2 സൈൻ സ്ക്വയർഡ് തീറ്റ ബൈ 2 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ ടോട്ടൽ 4 സൈൻ സ്ക്വയർഡ് തീറ്റ ബൈ 2 ഡി തീറ്റ. റൂട്ട് എടുക്കുമ്പോൾ ഇൻ്റഗ്രൽ 0 to 2π 2 സൈൻ തീറ്റ ബൈ 2 ഡി തീറ്റ. മോഡുലസ് ഇട്ടാലും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പോസിറ്റീവ് വാല്യൂ ആണ് അതിന്. അപ്പോൾ 2 സൈൻ തീറ്റ ബൈ 2 ഡി തീറ്റ എന്നാണ് കിട്ടുക. 0 to 2π ആവുമ്പോൾ സൈൻ തീറ്റ ബൈ 2 ഗ്രേറ്റർ ദാൻ 0 ആണ്. അതുകൊണ്ട് മോഡുലസ് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇത് നമുക്ക് മൈനസ് കോസ് തീറ്റ ബൈ 2 ബൈ 1/2 വരും. ഇപ്പോൾ 4 മൈനസ് 4 കോസ് തീറ്റ ബൈ 2 വിത്തിൻ ദ ലിമിറ്റ് 0 to 2π വരും. ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് 8 എന്ന് ആൻസർ കിട്ടും കേട്ടോ. എളുപ്പമല്ലേ. അടുത്തത് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ പെരിമീറ്റർ ഓഫ് ദ കാർഡിയോയിഡ് ആർ ഈക്വൽ ടു a ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. അപ്പോൾ പെരിമീറ്റർ എന്ന് പറഞ്ഞാലും സെയിം തന്നെ കർവിൻ്റെ ലെങ്ത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്ന് മുമ്പ് ചെയ്തതിൽ നിന്ന് ഒരൊറ്റ വ്യത്യാസമുള്ളൂ, ഒരു ഇത്തിരി എൻലാർജ്മെൻറ്റ് ഉണ്ട് അതിന്. പ്രൊജക്ഷൻ മീൻസ് അതിനെ എൻലാർജ് ചെയ്ത പോലത്തെ ഒരു ഫിഗറാണ് ആർ ഈക്വൽ ടു a ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ പ്രൊസീഡ് ചെയ്താൽ മതി. നമുക്കറിയാം ഇവിടെ നമുക്ക് തീറ്റ ഈസ് ഫ്രം തീറ്റ ഈക്വൽ ടു 0 to തീറ്റ ഈക്വൽ ടു 2π ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രോസസ്സ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം കാർഡിയോയിഡ് എന്ന് പറയുന്ന ഫിഗർ അത് നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് പ്രോബ്ലത്തിലും ചെയ്യായിരുന്നു കേട്ടോ. കാർഡിയോയിഡ് എന്ന് പറയുന്ന ഫിഗർ സിമെട്രിക് അബൌട്ട് എക്സ് ആക്സിസ് ആണ്. സിമെട്രിക് അബൌട്ട് എക്സ് ആക്സിസ് എന്ന് പറയാൻ വയ്യ, ഇനീഷ്യൽ ലൈൻ എന്നാണ് നമ്മൾ പറയാറ് അല്ലേ. അപ്പോൾ സിമെട്രിക് എക്സ് ആക്സിസ് എന്നും പറയാൻ വേണമെങ്കിൽ സിമെട്രിക് അബൌട്ട് എക്സ് ആക്സിസ് ആയതുകൊണ്ട് ആദ്യത്തെ ഹാഫിൻ്റെ, അപ്പോൾ എക്സ് ആക്സിസിൻ്റെ മുകളിലുള്ള ഹാഫിൻ്റെ ലെങ്ത് കണ്ടുപിടിച്ചിട്ട് അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ ലെങ്ത്തിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഈ സെയിം മൊത്തത്തിലുള്ള ലെങ്ത് കിട്ടും. അപ്പോൾ അതാണ് നമ്മൾ ഈ പ്രോബ്ലത്തിൽ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എളുപ്പമല്ലേ. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആദ്യം ഇതിൻ്റെ സിമെട്രി ഒന്ന് ചെക്ക് ചെയ്യും ഈ തന്നിരിക്കുന്ന കർവിന്. ഫസ്റ്റ് പ്രോബ്ലത്തിൽ ഇതുപോലെ ചെയ്യായിരുന്നു കേട്ടോ. വേണമെങ്കിൽ ഞാൻ 2 രീതിയിൽ ഇപ്പോൾ പറഞ്ഞുതരാണ്. ഫസ്റ്റ് പ്രോബ്ലം ഡയറക്റ്റ് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞു തന്നു, രണ്ടാമത്തെ പ്രോബ്ലം എളുപ്പത്തിൽ ചെയ്യുന്ന രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ തന്നിരിക്കുന്ന കർവിൻ്റെ സിമെട്രി ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ സിമെട്രി ചെക്ക് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യാറ്, തീറ്റയ്ക്ക് പകരം മൈനസ് തീറ്റ കൊടുക്കുന്നു. അപ്പോൾ 6 ഇൻറ്റു, അതിവിടെ ചെയ്തിട്ടില്ല, നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം.
r equal to 1 a into 1 minus cos minus theta. Cos minus theta cos theta തന്നെയാണ്. അപ്പോൾ ദാറ്റ് ഇസ് ഈക്വൽ ടു a into 1 minus cos theta എന്ന് തന്നെ കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു r എന്ന് തന്നെ കിട്ടും. അപ്പോൾ ചേഞ്ച് ഇല്ല എന്നുള്ളതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾ അതിന് പകരം ഇതിന് കോസ് തീറ്റയ്ക്ക് പകരം മൈനസ് തീറ്റ കൊടുത്ത് ചേഞ്ച് ഇല്ല എന്നുള്ളത് കൂടി ഒന്ന് കാണിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇറ്റ് ഈസ് സിമെട്രിക്കൽ അബൌട്ട് ദി ഇനീഷ്യൽ ലൈൻ. ഇനീഷ്യൽ ലൈൻ ആണ് ഈ എക്സ് ആക്സിസ് പോലെ നമ്മൾ വരച്ചിരിക്കുന്നത്. അപ്പോൾ സിമെട്രിക് അബൌട്ട് ദി ഇനീഷ്യൽ ലൈൻ ആയതുകൊണ്ട് ഈ ഇനീഷ്യൽ ലൈനിന്റെ മുകളിലുള്ള ഹാഫും താഴെയുള്ള ഹാഫും സെയിം ലെങ്ത് ആയിരിക്കും. അപ്പോൾ ടോട്ടൽ ലെങ്ത് കണ്ടുപിടിക്കുന്നതിന് പകരം ഈ മുകളിലുള്ളതിന്റെ മാത്രം ലെങ്ത് കണ്ടുപിടിച്ചിട്ട് 2 കൊണ്ട് ഇൻഡു ചെയ്താൽ ടോട്ടൽ ലെങ്ത് കിട്ടും. അപ്പോൾ മുകളിലുള്ളതിന്റെ മാത്രം ലെങ്ത് കണ്ടുപിടിക്കുമ്പോൾ തീറ്റയുടെ വാരിയേഷൻ 0 മുതൽ പൈ വരെയാണ് എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ തീറ്റയുടെ വാരിയേഷൻ 0 മുതൽ പൈ വരെയാണ് എന്നുള്ളത് എഴുതിയിരിക്കുന്നത്. അല്ലായെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രോബ്ലം ചെയ്ത പോലെ ഈ സിമെട്രി ഒന്നും ചെക്ക് ചെയ്യാതെ തീറ്റ ഈക്വൽ ടു 0 മുതൽ 2π വരെ ഇട്ടിട്ടും ഈ സെയിം പ്രോബ്ലം ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ചെയ്തേക്കുന്ന നോക്കൂ, ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് 2 ഇൻറ്റു ഇൻറ്റഗ്രൽ ആൽഫ ടു ബീറ്റ എന്നുള്ള രീതിയിൽ എഴുതും. 2 ഇൻറ്റു ഇൻറ്റഗ്രൽ 0 ടു 2π, സോറി 0 ടു പൈ മതി, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് നമ്മളിവിടെ. അപ്പോൾ ആർ സ്ക്വയറിന് അതിൻ്റെ വാല്യൂ കൊടുക്കുക, dr ബൈ ഡി തീറ്റ സ്ക്വയറിന് അതിൻ്റെ വാല്യൂ കൊടുക്കുക. നേരത്തെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ ചെയ്ത പോലെ തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യുക. ഇവിടെ ഒരു a എക്സ്ട്രാ ആയിട്ട് വരും, അത് മാത്രമാണ് ഒരു പ്രത്യേകതയുള്ളത്. പിന്നെ ലിമിറ്റ് ഒക്കെ കൊടുത്തു വരുമ്പോൾ 8a എന്നാണ് ആൻസർ കിട്ടുക. ഓക്കെ, കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമുക്ക് 8 ആയിരുന്നു, ഇവിടെ ഒരു a എക്സ്ട്രാ ഉള്ളതുകൊണ്ട് ആൻസറിലും നമുക്കൊരു a കിട്ടും. എളുപ്പമല്ലേ, സിമ്പിളാണ് കേട്ടോ. അടുത്തത് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ സ്പൈറൽ r equal to e raised to theta by root 2 where 0 less than or equal to theta less than or equal to 2π. പൈ ഉള്ളൂ, 2π ഇല്ല, പൈ. അപ്പോൾ dr by d theta. ഓക്കെ, അപ്പോൾ ഇവിടെ dr by d theta എടുക്കുമ്പോൾ e raised to theta by root 2 തന്നെ നമുക്ക് കിട്ടും. ഡെറിവേറ്റീവ് തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ ഫോർമുലയിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക കേട്ടോ. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഇതാണ് നമുക്ക് വാല്യൂ വരുന്നത്. അടുത്തത് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ കർവ് r ഈക്വൽ ടു a സൈൻ സ്ക്വയേർഡ് തീറ്റ ബൈ 2 വേർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ ആൻഡ് a ഗ്രേറ്റർ ദാൻ 0. എല്ലാം ഡയറക്റ്റ് തന്നിട്ട് കേട്ടോ, ജസ്റ്റ് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. dr ബൈ ഡി തീറ്റ കണ്ടുപിടിക്കുന്നു, 0 ടു പൈ എടുക്കുന്നു, r സ്ക്വയർ പ്ലസ് dr ബൈ ഡി തീറ്റ സ്ക്വയർ ഡി തീറ്റ. പിന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ജോലിയാണ്, കാരണം ഒരുപാട് പ്രോബ്ലംസ് ആയി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ചെയ്യുന്നു. ഇനി അത് അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റില്ല ചെയ്യാനായിട്ട്, ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റില്ല ഇൻ്റഗ്രേഷൻ അറിയില്ല എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ്റഗ്രേഷൻ. ഇൻ്റഗ്രേഷൻ നിങ്ങൾ തന്നെ ചെയ്യണം. ഇവിടെ നോക്കൂ, ഇവിടത്തേക്ക് സൈൻ സ്ക്വയർ കോമൺ ആയിട്ടുണ്ട്, സൈൻ സ്ക്വയറും a സ്ക്വയറും കോമൺ ഉണ്ട്. അപ്പോൾ അത് കോമൺ ആയിട്ട് എടുത്ത് റൂട്ടിൻ്റെ പുറത്തേക്ക് എടുത്തു. അപ്പോൾ a സൈൻ തീറ്റ ബൈ 2 ഉണ്ട്. പിന്നെ ബാക്കി റൂട്ടിൻ്റെ ഉള്ളിലുള്ളത് 1 ആയിപ്പോയി. പിന്നെ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റൊക്കെ കൊടുത്തെടുത്തപ്പോൾ 2a എന്ന ആൻസർ കിട്ടി. അടുത്തത് use the length formula to calculate the circumference of the circle r is equal to a cos theta. സർക്യൂംഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സെയിം തന്നെ ഈ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ്. r equal to a cos theta എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, നമ്മുടെ സർക്കിളാണ് അല്ലേ, സർക്കിളാണ്. അപ്പോൾ a ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി സർക്കിൾ ആണെങ്കിൽ 0 ടു 2π വരെയാണ് തീറ്റയുടെ വാരിയേഷൻ. പക്ഷെ ഇവിടെ ഒരു കാര്യം ബ്രാക്കറ്റിൽ മെൻഷൻ ചെയ്ത് നിൽക്കുന്നത് ശ്രദ്ധിച്ചു നോക്കിയേ, a ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. a ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ a പോസിറ്റീവായിട്ട് നിൽക്കുമ്പോൾ മാത്രം. a പോസിറ്റീവായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ റേഡിയസ് പോസിറ്റീവ് ആയിരിക്കുക. റേഡിയസ് പോസിറ്റീവ് ആയിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അപ്പർ ഹാഫ് സർക്കിളാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പർ ഹാഫ് സർക്കിളിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ തീറ്റയുടെ വാരിയേഷൻ ഹാഫ് സർക്കിളിൻ്റെ വാരിയേഷൻ എടുത്താൽ മതി. എത്ര വരും അപ്പോൾ? തീറ്റ ഫ്രം 0 ടു പൈയെ വരുള്ളൂ കേട്ടോ, 0 ടു 2π എടുക്കണ്ട. ഓക്കെ, ഈ കണ്ടീഷൻ ഇവിടെ ഉള്ളതുകൊണ്ട് a ലെസ് ദാൻ 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും തിരിച്ചു വരും, പൈ ടു 2π എടുത്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ dr ബൈ ഡി തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് a സൈൻ തീറ്റ, പിന്നെ അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പൈ a എന്ന് ആൻസർ കിട്ടും. ഓക്കെ ഓക്കെ അപ്പോൾ പൈ a ആണ് അതിൻ്റെ വാല്യൂ വരുന്നത്. അപ്പോൾ എളുപ്പമല്ലേ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എക്സസൈസിൽ ഇതേ കുറേ അധികം പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഇതിൽ 3ഓ 4ഓ എടുത്തിട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അടുത്ത നമ്മുടെ ചാപ്റ്റർ ഏരിയ ഓഫ് പൊളാർ കർവ്സ് ഇൻ ദ പ്ലെയിൻ ആണ്. പൊളാർ കർവ്സിൻ്റെ തന്നെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ്. അപ്പോൾ അത് നോക്കാം. അപ്പോൾ the area of the sector enclosed by the curve r equal to f of theta and the two radii vectors theta equal to alpha,
theta equal to beta is given by area is equal to half into integral alpha to beta f of theta square d theta. That is half into integral alpha to beta r square d theta. R എന്ന് വെച്ചാൽ ഗിവൺ കർവാണ്. ആൽഫയും ബീറ്റയും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കർവിന്റെ രണ്ട് എൻഡ് പോയിന്റ്സിൽ വരുന്ന ആ റേഡിയൈ വെക്ടേഴ്സ് ഇല്ലേ, ആ വെക്ടേഴ്സിന്റെ ആ ആംഗിൾ എവിടെ മുതൽ എവിടെ വരെയാണ് എന്നുള്ളതാണ് തീറ്റ ഈക്വൽ ടു ആൽഫ ടു തീറ്റ ഈക്വൽ ടു ബീറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ആ കർവിന്റെ അണ്ടറിൽ വരുന്ന ഏരിയ, സെക്ടറിന്റെ ഏരിയ ആണ് നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫോർമുല പഠിച്ചു വെക്കുക, ഹാഫ് ആർ സ്ക്വയർ ഡി തീറ്റ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ഇൻ ദ പ്ലെയിൻ എൻക്ലോസ്ഡ് ബൈ ദ കാർഡിയോയിഡ് ആർ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ വേർ എ ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഇവിടെ നമുക്ക് ഈ കാർഡിയോയിഡിന്റെ ഏരിയ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനത്തെ ഏത് പ്രോബ്ലം ചെയ്യുകയാണെങ്കിലും ജസ്റ്റ് ഒന്ന് ഗ്രാഫ് ചെയ്യുക. പ്രത്യേകിച്ച് ഏരിയ ചെയ്യുമ്പോൾ ആ കർവ് ഒന്ന് ഗ്രാഫ് ചെയ്യുക. അപ്പോൾ എ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ ആയതുകൊണ്ട് ഈ ഷേപ്പിൽ വരുന്ന ഒരു കാർഡിയോയിഡാണ് നമുക്ക് കിട്ടുന്നത്. തീറ്റ നമുക്ക് അറിയാം, കാർഡിയോയിഡ് ആയതുകൊണ്ട് തീറ്റ റൺ ചെയ്യുന്നത് 0 to 2π ആണ് അല്ലേ. ഹെൻസ് ദ ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ ഫോർ തീറ്റ ആർ 0 to 2π ആൻഡ് ദ റിക്വയർഡ് ഏരിയ ഈസ് half into r square d theta എന്നുള്ളത് half into 0 to 2π r square d theta. That is half into integral 0 to 2π a square 1 plus cos theta square d theta. ഇതിനെ എങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്നു. പിന്നെ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോസ് സ്ക്വയർ തീറ്റ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ 1 plus cos 2 theta by 2 എന്ന് എഴുതുന്നു. സ്പ്ലിറ്റ് ചെയ്ത് ഇതിൽ കോമൺ ആയിട്ടുള്ളതൊക്കെ എടുത്ത് ഇവിടെ ഒരു 1 ഉണ്ട്, പിന്നെ ഇവിടെ ഒരു 1/2 വരും. അപ്പോൾ 3/2 d theta ഒരു ഇന്റഗ്രല്, പിന്നെ 2 cos theta d theta വേറൊരു ഇന്റഗ്രല്, cos 2 theta വേറൊരു ഇന്റഗ്രല്. സിമ്പിളാണ്. അത് ജസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് ഒക്കെ കൊടുത്ത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നു, അത്രേ ചെയ്യണ്ടു. അപ്പോൾ നമുക്ക് 3/2 π a സ്ക്വയറിന് കിട്ടും. അതാണ് നമ്മുടെ ഏരിയ വരുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഫോർമുല പഠിച്ചാൽ മതി. പിന്നെ ആ വാരിയേഷൻ എവിടെ മുതൽ എവിടെ വരെയാണെന്നുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ചെയ്യാം. അടുത്തത് ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ഇൻ ദ പ്ലെയിൻ എൻക്ലോസ്ഡ് ബൈ ദ കാർഡിയോയിഡ് ആർ ഈക്വൽ ടു 1 പ്ലസ് കോസ് തീറ്റ. മോളിത്തെ സെയിം തന്നെ എ ഇല്ലാന്നേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ ജസ്റ്റ് ഇവര് പുട്ട് എ ഈക്വൽ ടു 1 എബവ് എക്സാമ്പിൾ എഴുതി വെച്ചിട്ടുള്ളൂ. നിങ്ങൾ അങ്ങനെ എഴുതി വെക്കരുത്. നിങ്ങൾ ആ പ്രോബ്ലം ചെയ്ത പോലെ തന്നെ ഇതും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് 3π/2 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അടുത്തത് find the area enclosed by 1 petal of the 4 petal rose r is equal to cos 2 theta. അപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ ഗ്രാഫിങ് ഫസ്റ്റ് ചാപ്റ്റേഴ്സിൽ ഗ്രാഫിങ് പഠിച്ചത് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. എന്നാലാണ് ഈ 4 പെറ്റലിന്റെ റോസ് ആർ ഈക്വൽ ടു കോസ് 2 തീറ്റയുടെ ഒക്കെ ഗ്രാഫ് നിങ്ങൾക്ക് ഓർമ്മ വരുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളത് ഇവിടെ വന്നിട്ട് ഗ്രാഫിങ് ചെയ്ത് നോക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഗ്രാഫിങ് അവിടെ പഠിക്കുന്ന കാര്യം കൊണ്ട് ഞാനത് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഈ കോസ് 2 തീറ്റയുടെ ഗ്രാഫിനെ, ഈ 4 പെറ്റൽ റോസിന്റെ ഗ്രാഫിനെ ആദ്യം ഗ്രാഫിങ് ചെയ്യണം. എന്നിട്ട് അതിൽ നിന്ന് 1 പെറ്റൽ എടുക്കണം, ഒരു പെറ്റൽ മാത്രം എടുക്കണം. എന്നിട്ട് അതിൻ്റെയാണ് നമുക്ക് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉള്ളത് കേട്ടോ. അപ്പം the 4 petal is in this figure and the rays theta equal to -π/4 and theta equal to π/4. ഇത് നമുക്ക് ഗ്രാഫ് ചെയ്യുമ്പോഴാണ് കേട്ടോ ഈ വേരിയേഷൻ നമുക്ക് മനസ്സിലാവുക. തീറ്റ ഈക്വൽ ടു π/4ന്റെയും തീറ്റ ഈക്വൽ ടു -π/4ന്റെയും ഇടയിലാണ് ഈ ഒരു പെറ്റൽ കിടക്കണേ എന്നുള്ളത് നമ്മൾ ഗ്രാഫിങ് ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണേ. അപ്പം നിങ്ങളത് ഗ്രാഫിങ് ചെയ്ത് നോക്കി ആ ഒരു പെറ്റൽ എവിടെയാണ് വരണേ എന്നുള്ളത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, അത് ഫസ്റ്റ് ചാപ്റ്റേഴ്സിൽ നിന്ന് പഠിക്കണം. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആർ ഇസ് ഈക്വൽ ടു നമുക്ക് ആറ് തന്നിരിക്കുന്നത് കോസ് 2 തീറ്റ എന്നാണ്. അപ്പോൾ നോട്ടീസ് ദാറ്റ് ദ റേസ് ഡു നോട്ട് ആക്ച്വലി അപ്പിയർ ഇൻ ദ ബൗണ്ടറി ഓഫ് ദ ഫിഗർ സിൻസ് ദ റേഡിയസ് ആർ ഇസ് ഈക്വൽ ടു കോസ് തീറ്റ പ്ലസ് ഓർ മൈനസ് π/2 ഈസ് 0 ദർ. ദ ഏരിയ ഈസ് ഗിവൺ ബൈ, ഈ ഒരു ലൈൻ നിങ്ങൾ എഴുതണമെന്നില്ല കേട്ടോ, എഴുതണമെന്നില്ല. ഏരിയ ഈസ് ഗിവൺ ബൈ എന്ന് പറഞ്ഞിട്ട് ഈ ഫോർമുല മാത്രം എഴുതിയാൽ മതി. ഹാഫ് ഇൻറ്റു ഇൻറ്റഗ്രൽ -π/4 ടു പ്ലസ് π/4 ആർ സ്ക്വയർ ഡി തീറ്റ. അപ്പോൾ ഇവിടെ കോസ് സ്ക്വയർ ഡി തീറ്റ 1 പ്ലസ് കോസ് 4 തീറ്റ ബൈ 2 എന്ന് എഴുതാതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് π/8 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു വാരിയേഷൻ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ഗ്രാഫിംഗ് തന്നെ ചെയ്തു നോക്കണം, അല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല കേട്ടോ. ഇവിടെ മുതൽ ഒന്നിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ സിമെട്രി നോക്കാം കേട്ടോ. ഇത് ഇനീഷ്യൽ ലൈൻ, എബൌട്ട് ദ ഇനീഷ്യൽ ലൈൻ സിമെട്രിക് ആണ്. അപ്പോൾ 0 to π/4 വരെ മാർക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു പെറ്റലിന്റെ പകുതി ഭാഗം കിട്ടും. അപ്പോൾ 0 to π/4 ചെയ്തിട്ട് ഇൻറ്റു 2 ചെയ്താലും നമുക്കിവിടെ ഈ ആൻസർ തന്നെ കിട്ടും കേട്ടോ. കണ്ടോ, ഈ ഇനീഷ്യൽ ലൈൻ്റെ മുകളിലും താഴെ അതിന് സെയിം ഷേപ്പ് അല്ലേ. അപ്പോൾ വേണമെങ്കിൽ ഇവിടെ നിന്ന് 0 സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ 0 to π/4 ചെയ്തിട്ട്
അതിൻ്റെ ഇപ്പുറത്തേക്കും സെയിം തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ ഇൻ്റഗ്രേഷൻ 0 to π/4 ആക്കണമെങ്കിൽ ഇവിടെ ഒരു ഇൻറ്റു 2 ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സെയിം ആൻസർ തന്നെ കിട്ടും. സിമ്മട്രി ഉള്ള ഷേപ്പുകളാണെങ്കിൽ വേണമെങ്കിൽ അങ്ങനെ 2 ഇൻറ്റു എന്നുള്ള രീതിയിലാക്കി പകുതിയുടെ ഏരിയ കണ്ടുപിടിച്ചിട്ട് 2 ഇൻറ്റു എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഓക്കെ, ഗ്രാഫിംഗ് നന്നായിട്ട് പഠിക്കുക.